രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാമെന്ന് ആലോചിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇന്ന് ഏത് ഹെയർ പായ്ക്ക് വേണം ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. ഞാൻ ഹെയറിന്റെ കാര്യത്തിൽ അത്രത്തോളം ഒബ്സസ്ഡ് ആണ്. മുടി നോർമലായിട്ട് കൊഴിയുന്നതല്ലാതെ എന്റെ മിസ്റ്റേക്ക് മൂലം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഒരെണ്ണം പൊട്ടിപ്പോയാൽ തന്നെ എന്റെ ഒരു ഡേ ഫുള്ളേ പോകും. ഡെയിലി ഞാൻ ഹെയറിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ പായ്ക്കൊന്നും അപ്ലൈ ചെയ്യാറില്ല. പക്ഷേ എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഞാൻ സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്നത് വിചാരിക്കും ഇവക്ക് പനങ്കുല പോലെ മുടിയുണ്ടെന്ന്. അങ്ങനെ ഒന്നുമില്ല. നാച്ചുറലി എൻ്റെ ഹെയറിന് അധികം തിക്നെസ് ഇല്ല, പക്ഷെ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കധികം ഹെയർ ഫോൾ ഒന്നുമില്ല. ഞാൻ കഴിവതും ഹോം റെമഡീസ് തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴാണ് കറ്റാർവാഴ കണ്ടത്. അപ്പോൾ ഇന്ന് കറ്റാർവാഴയും കൊണ്ടൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മയുടെ കൂട്ടുകാരിയുടെ മോള് വന്നത്. അവൾ നാളെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അവൾ വന്നാൽ പിന്നെ എന്തെങ്കിലും ഉപ്പും മുളകും കൂട്ടി തിന്നാതെ ഒരു സമാധാനമില്ല. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. ഒന്നുമില്ലെങ്കിൽ ഉണക്കി വെച്ചേക്കുന്ന പുളി ഉപ്പും മുളകും കൂട്ടി തിന്നും, അതും ഇല്ലെങ്കിൽ ഉപ്പും മുളകും വെറുതെ തിന്നും. പക്ഷെ ഇന്ന് കുറേ സാധനങ്ങൾ കിട്ടി. ഇതൊക്കെ നമ്മളുടെ വീടിന് ചുറ്റും നിൽക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി അടുത്തൊന്നും ഇവളെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള കൊതിയുന്നോടെല്ലാം പറഞ്ഞു തീർത്ത് റോഡിക്കടി പോകുന്നവരെയൊക്കെ വാച്ച് ചെയ്ത് അതെല്ലാം അകത്തായി. രാവിലെ ഞാൻ പറിച്ചു വെച്ച കറ്റാർവാഴയുടെ കറയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പഴം ഇട്ടു. അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തു. ഈ പാക്കിന് അങ്ങനെ അധികം സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷാമ്പൂ ഒന്നും ഇട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ആകെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ഷാമ്പൂ മാത്രമാണ്. കണ്ടീഷണർ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് അറിയാത്തവർ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് ട്യൂഷൻ പിള്ളേർ. അപ്പോഴാണ് അമ്മ പറയുന്നത് വീടിന്റെ തൊട്ട് ഫ്രണ്ടിലെ വസ്തുവിനകത്തിൽ മാൻ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാനും മയിലും പുലിയും പന്നിയൊക്കെ വരാറുണ്ട്. 3 മാനുണ്ടായിരുന്നു, പക്ഷെ 2 മാനെ മാത്രമേ പുറത്തേക്ക് കണ്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാം അതിന്റെ പുറകെ ഓടി. ഞങ്ങളുടെ ശല്യം കാരണം മാൻ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോയി തോന്നുന്നു. പിന്നെ കണ്ടിട്ടില്ല.